6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ വൺ ഫ്രാക്ഷൻ മെനി ഫോംസ്, ഒരു ഭിന്നം പല രൂപങ്ങൾ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്ത സെക്ഷൻ ഫ്രാക്ഷൻ ആസ് ഡിവിഷൻ അഥവാ ഹരണക്കണക്കുകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ സെക്ഷനിൽ ആദ്യമായിട്ടൊരു ചോദ്യം തന്നിട്ടുണ്ട്. ഇഫ് എ 2 meter പീസ് ഓഫ് റോപ്പ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 equal പീസസ്, വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? 2 മീറ്റർ നീളമുള്ള കയർ 3 സമഭാഗങ്ങളാക്കിയാൽ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എന്താണ്? ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആർക്കും പാടൊന്നും ഉണ്ടാകത്തില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 മീറ്റർ നീളമുള്ള ഒരു റോപ്പ് ഉണ്ടായിരുന്നു, 2 മീറ്റർ നീളമുള്ള ഒരു കയറുണ്ടായിരുന്നു. കയറാണെന്ന് വെച്ചോ. 2 മീറ്റർ നീളമുള്ള കയറിനെ എത്ര കഷ്ണങ്ങളാക്കുന്നേ? 3 കഷ്ണങ്ങൾ. എങ്ങനെയുള്ള കഷ്ണങ്ങളാ? 3 സമഭാഗങ്ങൾ, ഈക്വൽ പീസുകളാണ്. 3 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ കഷ്ണത്തിൻ്റെയും, ഈ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓരോ കഷ്ണത്തിൻ്റെയും നീളം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആകെ ഉണ്ടായിരുന്നത് എത്ര മീറ്ററാണ്? 2 മീറ്റർ അല്ലേ? 2 മീറ്റർ. എത്ര തുല്യ ഭാഗങ്ങളാണ് ആക്കിയത്? 3 തുല്യ ഭാഗങ്ങൾ. അപ്പോൾ ഓരോന്നിൻ്റെയും നീളം എത്രയാണ്? 2/3 മീറ്റർ. നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് ഈച്ച് പീസ്, ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? 2/3 മീറ്റർ. മലയാളത്തിൽ എങ്ങനെ എഴുതും? ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? 2/3 മീറ്റർ. ഇനി 6 മീറ്റർ നീളമുള്ള റോപ്പാണെങ്കിലോ, 6 മീറ്റർ ലോങ് റോപ്പാണെങ്കിലോ, 6 മീറ്റർ നീളമുള്ള കയറിനെയാണ് നമ്മൾ 3 തുല്യ ഭാഗങ്ങളാക്കുന്നതെങ്കിൽ ഓരോന്നിൻ്റെയും ലെങ്ത് എത്രയായിരിക്കും? ഓരോന്നിൻ്റെയും നീളം എത്രയായിരിക്കും? ലെങ്ത് ഓഫ് ഈച്ച് പീസ്. ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന പുതിയ കയറിൻ്റെ നീളം എത്രയാണ്? 6 മീറ്റർ. എത്രയായിട്ടാണ് നമുക്ക് ഭാഗിക്കേണ്ടത്? 3 സമഭാഗങ്ങളാക്കണം, 3 തുല്യ ഭാഗങ്ങളാക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? 6നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. 6/3, അതായത് 2 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ തന്നിരിക്കുന്നത് എത്രയാണോ നീളം, അതിനെ എന്ത് ചെയ്യുക? എത്ര തുല്യ ആക്കണമെങ്കിലോ അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 6 മീറ്ററിനെ 3 തുല്യ ഭാഗങ്ങളാക്കാൻ 6നെ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ 9 മീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യുക? 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 6 cakes ആർ ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 children, ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ്? 6 കേക്കുകൾ ഉണ്ടായിരുന്നു, അത് 4 കുട്ടികൾക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര വീതം കിട്ടും? അപ്പോൾ എത്ര കേക്കുകളാണ് ഉണ്ടായിരുന്നത്? 6 കേക്കുകൾ ഉണ്ടായിരുന്നു അല്ലേ? 6 കേക്ക്സ് ഉണ്ടായിരുന്നു. എത്ര കുട്ടികൾക്ക് നമുക്ക് വീതിച്ചു കൊടുക്കേണ്ടത്? 4 children അല്ലേ? നമുക്ക് 4 കുട്ടികൾക്കാണ് വീതിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈച്ച് ഗെറ്റ്, ഓരോന്നിനും ഓരോ കുട്ടിക്കും എത്ര കിട്ടും? ഓരോരുത്തർക്കും എത്ര കിട്ടും? ഈച്ച് വുഡ് ഗെറ്റ്, ഓരോരുത്തർക്കും എത്രയാണ് കിട്ടുന്നത്? മൊത്തം എത്രയാണ് ഉണ്ടായിരുന്നത്? 6 കേക്കുകൾ അല്ലേ? എത്ര പേർക്കാണ് നമ്മൾ വീതിച്ച് കൊടുക്കേണ്ടത്? 4 പേർക്ക്. വീതിക്കുക, ഡിവൈഡ്, എത്ര പേർക്കാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അത് എന്ത് ചെയ്യുക? അടിയിലിട്ട് കൊടുക്കുക അല്ലേ? 6/4. ഈ 6/4നെ നമുക്ക് ചെറുതാക്കി കൂടെ? എങ്ങനെ 6/4നെ ചെറുതാക്കാം? 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 6നെ എങ്ങനെ എഴുതാം? 2 × 3 ആണ് 6. 4 എന്താണ്? 2 × 2 ആണ് 4 അല്ലേ? മുകളിലൊരു 2 ഉണ്ട്, താഴെ ഒരു 2 ഉണ്ട്. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3/2. എന്താണ് 3/2? 3യെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കൂ. 1 2s are 2. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാണ്? ആൻസർ എത്രയാണ്? ഹരണഫലം എത്രയാണ്? 1 ആണ് അല്ലേ? കോഷ്യൻ്റ് 1 ആണ്. അപ്പോൾ 1 ആൻഡ് റിമൈൻഡർ എത്ര? 1. 1 ആൻഡ് 1/2. അപ്പോൾ എത്രയാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്? എത്രയാണ്? 1 ആൻഡ് 1/2. ഒരു കേക്കിൻ്റെ ഫുള്ളും പിന്നെ അരഭാഗം. അപ്പോൾ 1.5 ഭാഗം വീതം എന്ത് കിട്ടും? ഓരോ കുട്ടികൾക്കും കിട്ടും. ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യനും കൂടി അവർ ചെയ്തിട്ടുണ്ട്, നോക്കാം. ഇഫ് 33 liters ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 12 persons, ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ്? അപ്പോൾ 33 ലിറ്റർ പാലുണ്ടായിരുന്നു. എത്ര ലിറ്റർ പാലാണ്? 33 ലിറ്റർ പാലുണ്ടായിരുന്നു. എത്ര ആളുകൾക്കാണ് വീതിച്ചു കൊടുക്കേണ്ടത്? 12 ആളുകൾക്ക് അല്ലേ? 33 ലിറ്റർ പാല് 12 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര വീതം കിട്ടും? നമുക്കിവിടെ ഉണ്ടായിരുന്ന എത്ര ലിറ്റർ പാലാണ്? 33 ലിറ്റർ പാലാണ് ഉണ്ടായിരുന്നത്. എത്ര പേർക്കാണ് നമുക്ക് വീതിച്ചു കൊടുക്കേണ്ടത്? 12 personsന്, 12 പേർക്ക്. അപ്പോൾ ഓരോരുത്തർക്കും എത്രയാണ് കിട്ടുന്നത്? ഈച്ച് വുഡ് ഗെറ്റ്, ഓരോരുത്തർക്കും എത്ര കിട്ടും? ഈച്ച് വുഡ് ഗെറ്റ് 33/12. എത്രയാണ്? 33/12 അല്ലേ? 33/12. 33നെ നമുക്ക് എങ്ങനെ എഴുതാം? 11ൻ്റെ ടേബിളിലുണ്ട്. 3 × 11 ആണ് 33. അതുപോലെ 3 × 4 ആണ് 12. അപ്പോൾ 3യും 3യും ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് എന്ത് എഴുതാം? 11/4 എന്ന് എഴുതാം അല്ലേ? 33യെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി. 33 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് 3 × 11 എന്ന് എഴുതാം. 12നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 3 × 4 എന്ന് എഴുതാം. അപ്പോൾ 11/4 എന്ന് എഴുതാം. നമുക്ക് അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എങ്ങനെ എഴുതുന്നത്? ഞാൻ ഇങ്ങോട്ട് വ്യക്തമായി കാണുന്ന രീതിയിൽ എഴുതാം. 11നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 11നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4ൻ്റെ ടേബിൾ പറഞ്ഞേ. 2 4s are 8, 3 4s ആകുമ്പോൾ 12 ആയി പോകും. അപ്പോൾ 2 4s are 8. 11ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? 3 ആണ് കിട്ടുന്നത്. ഇനി 4 കൊണ്ട് 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ കോഷ്യൻ്റ് ഏതാണ്? 2 അല്ലേ? അപ്പോൾ 2 എഴുതുക. ആദ്യം എന്തെഴുതണം? 2. പിന്നെ റിമൈൻഡർ എഴുതേണ്ടത് 3. അടുത്ത ഡിവൈസർ ആരാണ്? 4 അല്ലേ?
കണ്ടോ ഇങ്ങനെയാണ് 2 and 3/4 ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ എഴുതുന്നത്. അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ 11/4 എങ്ങനെ എഴുതുന്നത്? 2 and 3/4 2ഉം 4/3 2ഉം 4/3 അത്രയും ലിറ്ററാണ് ഓരോ ആളുകൾക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് പേജ് നമ്പർ 32 ഒരു 3 ചോദ്യങ്ങളുണ്ട്, അതുകൂടി നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 20 liters of water is used to fill 8 identical bottles. How much liters of water is there in each bottle? 20 ലിറ്റർ വെള്ളം ഒരുപോലെയുള്ള 8 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വെള്ളമുണ്ട്? ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 20 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഉണ്ടല്ലേ, 20 ലിറ്റർ വെള്ളമുണ്ട്. ഈസ് യൂസ്ഡ് ടു ഫിൽ 8 ഐഡൻറ്റിക്കൽ ബോട്ടിൽസ്. അതുകൊണ്ട് എത്ര ബോട്ടിൽസ് നിറയ്ക്കണം? 8 ഒരുപോലുള്ള കുപ്പികളിൽ നിറയ്ക്കണം. ഹൗ മച്ച് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് ദെയർ ഇൻ ഈച്ച് ബോട്ടിൽ? അപ്പോൾ ഓരോ ബോട്ടിലും ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വെള്ളം കാണും? അപ്പോൾ നമുക്കുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അളവ് എത്രയായിരുന്നു? 20 ലിറ്റർ ആയിരുന്നു ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അളവ് അല്ലേ. അപ്പോൾ എമൗണ്ട് ഓഫ് വാട്ടർ എത്രയുണ്ടായിരുന്നു? എമൗണ്ട് ഓഫ് വാട്ടർ എത്രയായിരുന്നു? 20 ലിറ്റർ. അതായത് വെള്ളത്തിൻ്റെ അളവ് ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്? 20 ലിറ്റർ. നമുക്ക് എത്ര വെള്ളത്തിലാണ് നിറയ്ക്കേണ്ടത്? 8 ഐഡൻറ്റിക്കൽ ബോട്ടിൽസിൽ അല്ലേ, 8 ഒരുപോലുള്ള ബോട്ടിലുകളിലാണ് നിറയ്ക്കേണ്ടത്. വി ഹാവ് ടു ഫിൽ. നമുക്ക് എത്ര എണ്ണത്തിൽ നിറയ്ക്കണം? നമുക്ക് എത്ര എണ്ണത്തിലാണ് നിറയ്ക്കേണ്ടത്? 8 ബോട്ടിൽസ്, 8 ബോട്ടിൽസിൽ അല്ലേ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് 20 ലിറ്റർ. നിറയ്ക്കേണ്ട കുപ്പികളുടെ എണ്ണം എന്താണ്? 8 ബോട്ടിൽസ് അല്ലേ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ വി ഹാവ് ടു ഫിൽ എന്ന് എഴുതിയില്ലെങ്കിൽ നമ്പർ ഓഫ് ബോട്ടിൽസ് എന്ന് എഴുതുക അല്ലേ. നമ്പർ ഓഫ് ബോട്ടിൽസ്, ബോട്ടിൽസിൻ്റെ എണ്ണം, ബോട്ടിലുകളുടെ എണ്ണം. വി ഹാവ് ടു ഫിൽ വേണ്ട. നമ്പർ ഓഫ് ബോട്ടിൽസ് എത്രയാണ്? 8. നമ്പർ ഓഫ് ബോട്ടിൽസ് 8 കുപ്പികളാണ് നിറയ്ക്കേണ്ടത്. അപ്പോൾ ഓരോ കുപ്പികളിലും എത്രയുള്ളത്? ഈച്ച് ബോട്ടിൽ ഹാസ്, ഓരോ ബോട്ടിലിലും ഓരോ കുപ്പിയിലും എത്രയാണ്? നമുക്കുണ്ടായിരുന്ന എത്രയാണ്? 20. എത്രയിലാണ് നിറയ്ക്കേണ്ടത്? 8 എണ്ണത്തിൽ. അപ്പോൾ 20/8, 20 ഡിവൈഡ് ബൈ 8. അപ്പോൾ 20 നമുക്ക് എങ്ങനെ എഴുതാം? 20 ഏതിൻ്റെ ടേബിളിലുണ്ട്? 4ൻ്റെ ടേബിളിലുണ്ട്. 5 4s are 20. 8 ഏതിൻ്റെ ടേബിളിലുണ്ട്? അതും 4ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ 20 നമുക്ക് എങ്ങനെ എഴുതാം? 5 × 4 എന്ന് എഴുതാം. 8 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 4 എന്ന് എഴുതാം അല്ലേ. ഇതിൽ 4 എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5/2 എന്ന് കിട്ടും. 5/2. 5നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2 2s are 4. റിമൈൻഡർ 1. എങ്ങനെ എഴുതും ഇതിനെ? ആൻസർ എങ്ങനെയാണ്? നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ മിശ്ര ഭിന്നത്തിൽ എഴുതുന്നത്. മുകളിലുള്ള 2 എഴുതുക, ഹരണഫലം അഥവാ കോഷ്യൻ്റ് എഴുതുക 2, റിമൈൻഡർ എഴുതുക, ശിഷ്ടം 1, ഡിവൈസർ. കണ്ടോ 2 and 1/2 ആണ്. അത്രയും എത്രയാ? ലിറ്ററാണ് അല്ലേ. ലിറ്ററിലാണ് പറഞ്ഞിരുന്നത്. മനസ്സിലായോ? Second question, a rope of length 140 centimeters is cut into 16 equal pieces. What is the length of each piece? 140 സെൻറ്റിമീറ്റർ നീളമുള്ള കയർ ഒരേ നീളമുള്ള 16 കഷ്ണങ്ങളായി മുറിച്ചു. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ റോപ്പ് ഓഫ് ലെങ്ത് 140 സെൻറ്റിമീറ്റർ ഈസ് കട്ട് ഇൻറ്റു 16 ഈക്വൽ പീസസ്. ഒരു കയറുണ്ടായിരുന്നു. കയറിൻ്റെ നീളം എത്രയായിരുന്നു? 140 സെൻറ്റിമീറ്റർ. ലെങ്ത് ഓഫ് റോപ്പ്, കയറിൻ്റെ നീളം എത്രയാണ്? 140 സെൻറ്റിമീറ്റർ. മലയാളത്തിൽ എങ്ങനെ എഴുതും? കയറിൻ്റെ നീളം എത്രയാണ്? 140 സെൻറ്റിമീറ്റർ. കട്ട് ഇൻറ്റു 16 ഈക്വൽ പീസസ്. എത്ര കഷ്ണങ്ങളാക്കിയ ഡിവൈഡ് ചെയ്തത്? 16 ഈക്വൽ പീസസ്. നമ്പർ ഓഫ് പീസസ്, എത്ര കഷ്ണങ്ങളാക്കി? കഷ്ണങ്ങളുടെ എണ്ണം എത്രയാണ്? 16, 16 പീസുകളാക്കി അല്ലേ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഓഫ് ഈച്ച് പീസ്. ലെങ്ത് ഓഫ് ഈച്ച് പീസ്, ഓരോ കഷ്ണത്തിൻ്റെയും നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഒരു കയറുണ്ട്. കയറിൻ്റെ നീളം 140 സെൻറ്റിമീറ്റർ. അതിനെ എത്ര കഷ്ണങ്ങളായി ഭാഗിച്ചു? ഡിവൈഡ് ചെയ്തു. 16 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയെന്നാണ്. എന്ത് ചെയ്യുക? 140നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 140/16. അപ്പോൾ 140 ഒരു വലിയ നമ്പറാണ്. നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ നമുക്ക് ചെറുതാക്കാം. 140 ഒരു ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പറാണ് അല്ലേ. അപ്പോൾ 140നെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 16നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16 2ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ 140നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 2s are 14 എന്ന് വരും. അപ്പോൾ ഇവിടെ 70. അപ്പോൾ 140 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 17. 70 എന്ന് എഴുതാം. 2 × 70. ഇനി 16, 2ൻ്റെ ടേബിളിൽ എത്ര ടൈംസ് ആണ്? 16. 2 8s ആണ്. നമുക്ക് 8 16 എന്ന്. 2 × 8 എന്താ? 16. 2 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കി എന്ത് കിട്ടും? 70/8 എന്ന് കിട്ടും. ഇനി നമുക്ക് 8ൻ്റെ ടേബിൾ അറിയാവുന്നതുകൊണ്ട് 70 8 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് തന്നെ എഴുതാം. എത്ര എഴുതണേ? 8 8s are 64. 8 8s are 64 അല്ലേ.
അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ചെയ്യേണ്ട, 70 നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കാമല്ലോ. 70 നമുക്ക് എങ്ങനെ എഴുതാം? 70 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? 2ൻ്റെ ടേബിളിൽ 8 ഉണ്ട്, 2ൻ്റെ ടേബിളിൽ 70 ഉണ്ട്. 70 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 3 2s are 6. അതുപോലെ 5 2s are 10. ഓക്കെ, അപ്പോൾ 70 നമുക്ക് എങ്ങനെ എഴുതാം? 35 × 2 എന്ന് എഴുതാം. 8ന് നമുക്ക് എങ്ങനെ എഴുതാം? 4 × 2 എന്ന് എഴുതാം. അപ്പോൾ 2 എന്ത് ചെയ്യാം? ക്യാൻസലാക്കി കളഞ്ഞാൽ 35/4 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാം. 35/4. 35/4നെ എങ്ങനെ എഴുതാം? 8 4s എത്രയാണ്? 32. അപ്പോൾ ഡിവൈഡ് ചെയ്യും, മൈനസ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. അതായത് 8 ആൻഡ് ആദ്യം നമ്മൾ എഴുതേണ്ടത് 8 ആണ്. പിന്നെ റിമൈൻഡർ എഴുതുക. റിമൈൻഡർ മുകളിൽ എഴുതുക, താഴെ എന്ത് എഴുതുക? 4 എഴുതുക. 8 ആൻഡ് 3/4 അത്രയും സെൻറ്റിമീറ്ററാണ് ഓരോ കഷ്ണത്തിൻ്റെയും നീളം, ഓരോ കഷ്ണം കയറിൻ്റെയും നീളം. മൂന്നാമത്തെ ചോദ്യം, ഇഫ് 215 kilograms of rice is divided equally among 15 people, how much kilogram of rice would each get? 215 കിലോഗ്രാം അരി 15 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം അരി കിട്ടും? മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് 215 kilogram of rice is equally ഡിവൈഡഡ് എമംഗ് 15 പീപ്പിൾ. അപ്പോൾ 215 കിലോഗ്രാം റൈസ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എമൗണ്ട് ഓഫ് റൈസ്, അരിയുടെ അളവ് എത്രയായിരുന്നു? അരിയുടെ അളവ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് 215 കിലോഗ്രാം അരിയാണ് ഉണ്ടായിരുന്നത്. അത് എത്ര പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? 15 പീപ്പിളിന് അല്ലേ? 15 ആളുകൾക്കാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ, ആളുകളുടെ എണ്ണം, എത്ര ആളുകളാണ് ഉണ്ടായിരുന്നത്? 15 അല്ലേ? 15 പീപ്പിൾ. ഹൗ മച്ച് കിലോഗ്രാം ഓഫ് റൈസ് വുഡ് ഈച്ച് ഗെറ്റ്? ഓരോരുത്തർക്കും എത്ര വീതം കിട്ടും അല്ലേ? ഈച്ച് വുഡ് ഗെറ്റ്, ഓരോരുത്തർക്കും എത്ര വീതമാണ് കിട്ടുന്നത്? അരിയുടെ അളവ് 215 കിലോഗ്രാം ആയിരുന്നു. അത് വീതിച്ച് നൽകേണ്ടത് എത്ര പേർക്കാണ്? 15 അല്ലേ? അപ്പോൾ 215/15 ചെയ്യുക. അപ്പോൾ നമുക്കതിനെ ചെറുതാക്കാം. 215 ഒരു 5 ഉണ്ട്, ലാസ്റ്റ് 15 5 ഉണ്ട്. അപ്പോൾ നമുക്കറിയാം 215നെ എത്ര വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 215നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 5s are 20. 15 എന്ന് എഴുതും. കുറയ്ക്കുമ്പോൾ 3 5s are 15. ഓക്കെ, അപ്പോൾ 215നെ നമുക്ക് 43 × 5 എന്ന് എഴുതാം. ഓക്കെ, 43 × 5. ഇനി 15നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 5. 5 ക്യാൻസൽ ചെയ്യുക, 43/3 എന്ന് കിട്ടും. ഇനി 43യും 3യും ഒന്നും ഒരു ടേബിളിലും കോമൺ ആയിട്ടില്ല. അപ്പോൾ 43യെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 1 3 is 3. 3 താഴെ എഴുതുക. 3 താഴേക്ക് എഴുതി കഴിഞ്ഞാൽ 4 3s are 12. റിമൈൻഡർ 1. അപ്പോൾ ആൻസർ എങ്ങനെ കിട്ടും? 14 and 1/3. 14 and 1/3 കിലോഗ്രാമാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. 14 3/1 കിലോഗ്രാമാണ് ഓരോ ആളുകൾക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനോട് കൂടി രണ്ടാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസൊക്കെ തീർന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജിലൂടെ, അതായത് കമൻറ്റിലൂടെ ചോദിക്കുക കേട്ടോ.